ഹായ് ഗായ്സ്. സോ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് മെമ്മറിയിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാളാണോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സാധനം എടുക്കാൻ വേണ്ടി ഒരു റൂമിൻ്റെ ഉള്ളിൽ പോയി, പക്ഷെ അവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു സാധനം എടുക്കാൻ പോയി, ഇതുപോലെ തന്നെ അവിടെ നമ്മൾ സ്റ്റക്കായി പോവാണ്, എന്തെടുക്കാനാണ് ഞാൻ വന്നത് എന്നുള്ളൊരു ഓർമ്മ കിട്ടണില്ല. ഓക്കെ, ഇത് ഒക്കേഷണലി ആണെങ്കിൽ ഇത് വളരെ നോർമലാണ്. പക്ഷേ ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇവാലുവേഷൻ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്, ഒരാൾ ഒരു ക്രോണിക് ആയിട്ടുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അയാളുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുകയും അതുവഴി ബ്രെയിൻ്റെ പാർട്ടായ ഹിപ്പോ ക്യാമ്പസ്, ഈ ഹിപ്പോ ക്യാമ്പസ് ആണ് നമ്മുടെ മെമ്മറിയിലും ലേണിങ്ങിലും ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ പാർട്ട്. ആ ഹിപ്പോ ക്യാമ്പസ് എന്നുള്ള ബ്രെയിൻ പാർട്ടിനെ ഇത് അഫക്റ്റ് ചെയ്യുകയും അതുവഴിയാണ് നമുക്ക് ഈ മൈനറായിട്ടുള്ള മെമ്മറിയിലുള്ള ഡെഫിസിറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്രോണിക് ആയിട്ടുള്ള മെൻ്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ, അഥവാ ആങ്സൈറ്റി, ലോൺലിനെസ്, പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഏജിങ് കൊണ്ട്, പിന്നെ സ്ക്രീൻ ടൈം അധികമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇവരിലൊക്കെ നമ്മൾ മെമ്മറി ആൻഡ് അറ്റൻഷൻ ഇഷ്യൂസ് റെഗുലറായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്.